നല്ല പോളിംഗ് ആണ്. ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശം, ഏറ്റവും വലിയ അവകാശമായ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം നല്ല നിലയിൽ മനസ്സിലാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് ഒരു ഇളക്കം പ്രദേശങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും വോട്ട് പോൾ ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ നിരവധി തവണ സ്ക്വാഡ് ഇറങ്ങി വലിയ പ്രചരണം നടത്തി. പോളിങ്ങിൻ്റെ അന്ന് രാവിലെ 8 മണിക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോയി നോക്കി, പിന്നെയും പോയി നോക്കി, പിന്നെയും പോയി നോക്കി, ഒരു 4-5 തവണയൊക്കെ വീട്ടിൽ പോയി. എന്നാൽ ഇന്ന് സ്വയമേവ ആളുകൾ ഇറങ്ങി വരുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. അതെന്തായാലും വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രതീക്ഷ 2004 ആവർത്തിക്കുമെന്നുള്ള ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. BJPക്ക് എതിരാണ് കേരളം. BJPക്ക് എതിരായി കേരളം നിൽക്കുന്നു. അത് BJP അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. 2014 അധികാരത്തിൽ വന്നപ്പോഴും കേരളത്തിലെ മഹാഭൂരിപക്ഷം BJPക്ക് എതിരായിരുന്നു. 2019 കേരളത്തിലെ മഹാഭൂരിപക്ഷവും BJPക്ക് എതിരായിരുന്നു. 2024 കേരളത്തിലെ 20 സീറ്റുകളിലും BJP 3-ാം സ്ഥാനത്തായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസിനെ UDFനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെയും UDFനെയും വിശ്വസിക്കാനാകില്ല, UDFനെ വിശ്വസിക്കാനാകില്ല. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ BJP വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകം BJP വിരുദ്ധ പ്രശ്നം നമുക്ക് തിരിച്ചറിയാവോ? ഒരിക്കലാവില്ല. അതൊക്കെ ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇടതുപക്ഷത്തിൻ്റെ ശ്വസിക്കുന്ന വായുവിൽ പോലും BJP വിരുദ്ധതയും മതവർഗീയ വിരുദ്ധ നിലപാടുമുണ്ട്. ശ്വസിക്കുന്ന വായുവിൽ പോലും. അപ്പോൾ ശ്വസിക്കുന്ന വായു നിലച്ചാൽ ഇല്ലാതാവും. BJP വിരുദ്ധത അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ BJP വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജീവൻ എടുത്താൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് ജനങ്ങൾക്കറിയാം. ജനങ്ങളത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു. ഇവിടെ RSSൻ്റെ തലവന്മാരുടെ ഫോട്ടോയിൽ കുനിഞ്ഞു നിന്ന് എല്ലാ നിലയിലും പ്രണാമം അർപ്പിച്ചവരാണ് ഇപ്പോൾ ഇത്തരം വർത്തമാനമൊക്കെ പറയുന്നത് എന്നുള്ളത് നാടിനറിയാം. നാട് ശരിക്കും ഇത് മനസ്സിലാക്കുന്നു. BJPക്ക് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ BJP വിരുദ്ധ ആശയ പ്രചരണമാണ്. ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിന് പോറലേൽപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ BJPക്ക് എൻട്രി അല്ലെങ്കിൽ കേരളത്തിൽ BJP വളരാൻ ഉള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു. മതനിരപേക്ഷ കേരളം കണില കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാത്തു സംരക്ഷിക്കും. അത് മതവർഗീയതയ്ക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ്. അല്ല, അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതവർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഗ്യാരണ്ടി കാർഡാണ്. അത് എല്ലാവർക്കും അറിയുന്നത്. അല്ലാതെ ഗൂഢാലോചന എല്ലാ സമയത്തും നടക്കാറുണ്ടല്ലോ. എല്ലാ സമയത്തും എല്ലാ നിലയിലും ഗൂഢാലോചന നടക്കാറുണ്ട്. കുപ്രചരണങ്ങൾ നടക്കാറുണ്ട്. എല്ലാ നിലയിലുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കണ്ട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, അത് മന്ത്രി ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഓരോ സ്ഥാനത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ, ഓരോ ചലനവും, അതൊരു ചിരി ആയിക്കോട്ടെ, ഒരു ഹസ്തദാനമായിക്കൊള്ളട്ടെ, ഒരു നോട്ടമായിക്കൊള്ളട്ടെ, ഒരു ആളോടുള്ള പെരുമാറ്റമായിക്കൊള്ളട്ടെ, ഓരോ ചലനവും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് എല്ലാ നിലയിലും ഓർത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്.